നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ ഈടാക്കി ഗവൺമെൻറ് അത് പിടിക്കുകയും ചെയ്തോട്ടെ, കുഴപ്പമില്ല ഞങ്ങൾക്ക്. പക്ഷെ അതുവരെ ഞങ്ങൾ നിലനിർത്താനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. നമുക്ക് ഇത് കിട്ടിയാൽ മാത്രമേ എൻ്റെ വള്ളം ഇറക്കാൻ പറ്റത്തുള്ളൂ. എൻജിൻ ഇന്നും വർഷാപ്പിൽ കിടക്കുകയാണ്. MSC എൽസ 3 കപ്പൽ ദുരന്തം മത്സ്യത്തൊഴിലാളികൾ ഇന്നും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും കാര്യമായ നഷ്ടപരിഹാരമൊന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നേ വരെയും ലഭിച്ചിട്ടില്ല. ഇതിനോടനുബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിലാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് MSC എൽസ കപ്പലപകടം നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കുളം പഞ്ചായത്ത് നടത്തിയ ഒരു പ്രാഥമിക പഠന റിപ്പോർട്ടാണ് ഇവിടെ റിലീസ് ചെയ്തത്. ഇതിനകത്ത് ആ ഒരു പഞ്ചായത്തിലെ തീരദേശ വാർഡിൽ മാത്രം ഏതാണ്ട് 54 ലക്ഷം രൂപയുടെ പ്രാഥമിക നഷ്ടം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പരിസ്ഥിതി നാശം കൂടാതെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കാസർഗോഡ് വരെ ചെല്ലുമ്പോഴത്തേക്ക് ഓരോ ദിവസവും മലകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കണ്ടെയ്നറുകൾ ആലപ്പുഴ തോട്ടപ്പള്ളിയിലാണ് ഇത് മറിഞ്ഞത്. പക്ഷേ ഇത് അലക്ഷ്യമായി ഒഴി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇന്ന് വളം നഷ്ടപ്പെട്ട വള്ളംപുറ ഇന്ന പോയിന്റിൽ GPS അടിച്ചിട്ട് ഇന്ന പോയിന്റിൽ വളം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ മത്സ്യബന്ധനം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പിറ്റേ ദിവസം അതൊഴുകി അടുത്ത പൊസിഷനിലേക്ക് മാറിയത്. അപ്പോൾ എവിടെയും സുരക്ഷിതമായി മത്സ്യബന്ധനം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുക. ഈ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഗവൺമെൻറ് നഷ്ടപരിഹാരം തരണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തിൻ്റെ വല പോയാൽ 40ഓളം തൊഴിലാളികൾ 10 തൊട്ട് 40ഓളം വരെ തൊഴിലാളികളുടെ വിവിധ യൂണിറ്റുകൾക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2-3 ആഴ്ച പണിക്കുക, എന്തുമാത്രം വല പോകുന്നു അതനുസരിച്ച് ആഴ്ചകളുടെ എണ്ണം കൂടും. ഇവർക്ക് പണിക്കുവാൻ പറ്റത്തില്ല. ഇവരുടെ വലകൾ വാങ്ങണം, അങ്ങനെ അടുത്ത കടം കണ്ടെത്തണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര സഹായം ചെയ്യുകയും നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ ഈടാക്കി ഗവൺമെൻറ് അത് പിടിക്കുകയും ചെയ്തോട്ടെ, കുഴപ്പമില്ല ഞങ്ങൾക്ക്. പക്ഷേ അതുവരെ ഞങ്ങൾ നിലനിർത്താനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. കൂടാതെ ഇന്ന് റിപ്പോർട്ട് റിലീസ് ചെയ്യുമ്പോൾ ഈ നഷ്ടം സംഭവിച്ച കപ്പൽ കമ്പനി പറയുകയാണ് 132 കോടി രൂപയുടെ നഷ്ടമേ കമ്പനിക്കുള്ളൂ. അത് അർഹതപ്പെട്ടവരും അവകാശപ്പെടുന്നവരും ഈ 18 മുമ്പ് കോടതി മുമ്പായി ഹാജരാകണമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഫയൽ ചെയ്തേക്കുന്ന അഡ്മിറൽ സൂട്ടിൽ പോലും 1.25 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 7 ദിവസത്തിനുള്ളിൽ ഇത്രയും പേര് കോടതി മുമ്പായി അവരുടെ തെളിവുകളായിട്ട് ഹാജരാകുന്നത്? ഞങ്ങൾ തീരദേശ പോലീസിൽ കൊടുത്ത പല പരാതികൾക്കും റെസീറ്റുകളും തന്നിട്ടില്ല. അതുണ്ടെങ്കിൽ അതൊരു തെളിവാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് FIR ഇട്ട് ഇത് ചെയ്തിട്ടില്ല, അത് തെളിവാണ്. പക്ഷേ ഗവൺമെൻറ് ആ നടപടികൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ തെളിവുകൾ ഹാജരാക്കുന്നത്. അപ്പോൾ തെളിവുകൾ പോലും ഞങ്ങളുടെ മുന്നിലില്ല. പിന്നെ ഉള്ളതെന്തുവാ? ഈ നഷ്ടപ്പെട്ട വലയുടെ അവശിഷ്ടങ്ങളാണ് തെളിവായിട്ട് ഹാജരാക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. ഇപ്പോഴേ ഗവൺമെൻറ് ഈ കമ്പനിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. ഈ ഡേറ്റ 132 കോടി രൂപയുടെ ഡേറ്റ ആരാണ് കൊടുത്തത്, എന്താണ് കൊടുത്തതെന്നുള്ള അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. കോടതി അത് അന്വേഷിക്കണം. അതിനെതിരെ തടസ്സവാദ ഹർജി ഉൾപ്പെടെ എന്താണ് നിയമപരമായിട്ട് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് അടിയന്തരമായിട്ട് 18-ാം തീയതിക്കുള്ളിൽ ഈ വിഷയത്തിൽ ചെയ്യണമെന്നാണ് എനിക്ക് ഗവൺമെൻറ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുവരെ എനിക്ക് ഒരു ഇത് കിട്ടിയിട്ടില്ല. അവർ തരുമെന്ന് പറഞ്ഞിട്ട് ഇത് എവിടെയാണ് തരാനുള്ളത്? എനിക്ക് മാത്രമല്ല പറ്റിയത്, തീരദേശ മേഖല മൊത്തം എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് കിടക്കുകയാണ്. നമുക്ക് ഇത് കിട്ടിയാൽ മാത്രമേ എൻ്റെ വള്ളം ഇറക്കാൻ പറ്റത്തുള്ളൂ. എൻജിൻ ഇന്നും വർഷാപ്പിൽ കിടക്കുകയാണ്. ആരാണോ ശരിയാക്കി തരേണ്ടത്? ഞങ്ങൾ കൊണ്ടുവന്ന സാധനം മൊത്തം അവരാണ് എടുത്തത്. അവർ എടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് ഒരു ഇല്ല, നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ തീർത്ത് തരാം. ഇന്ന് വരെ അത് തീർത്തിട്ടില്ല. 2 കണക്കിൽ സാധനമാണ് ഇവിടെ കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കൊണ്ട് കയറ്റിയത്. ഇവിടെ വിഴിഞ്ഞ ഹാർബറിൻ്റെ അകത്ത് ഇതുവരെ ഒന്നും സർക്കാർ ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇന്നും ബംഗാളികളെ വിട്ട് മുത്തും മറ്റു അനുബന്ധ സാധനങ്ങൾ അവർ അരിച്ചെടുക്കുകയാണ്. പക്ഷേ ഗ്രാമദേശമായ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കോ ഒരു മത്സ്യത്തൊഴിലാളി മക്കൾക്കോ ആ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള വീട്ടമ്മമാർക്ക് പോലും അവരത് പരിഹരിക്കാതെ ബംഗാളികളെ വെച്ചിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. അത് വളരെ അപൂർവമായ സങ്കടമാണ്. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കെമിക്കലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പലുവ് എന്ന് പറയും, ഒഴുക്ക്, അതിലുണ്ടാകുന്ന കെമിക്കൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മത്സ്യം ഇപ്പം കിട്ടുന്നില്ല. വളരെയേറെ കഷ്ടമാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ ഈ സർക്കാർ മുതിർന്നു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ വലയും മറ്റും അനുബന്ധ സാധനങ്ങൾ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് തന്നു സഹായിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ സർക്കാരോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ തീരദേശ മേഖലയിൽ ഈ മുത്ത് എന്ന് പറയുന്ന ആ സാധനം അരിച്ചെടുക്കുമ്പോൾ ആ ബംഗാളികൾക്ക് കൊടുക്കാതെ അവിടെ ഉള്ള ഗ്രാമവാസികൾക്ക് ഈ ജോലി തന്നെ തന്ന് സഹായിക്കണമെന്ന് ഈ സംഘടനയോടും സർക്കാരിനോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. MSC എൽസ 3 കപ്പൽ ദുരന്തം കാരണം വലിയ നാശനഷ്ടം തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ വലിയൊരു നഷ്ടപരിഹാര തുക തന്നെ MSC എൽസ കമ്പനിയിൽ നിന്നും ഗവൺമെൻറ് ഇവർക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖല ഉന്നയിക്കുന്നത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയാന, തിരുവനന്തപുരം.